പേടിക്കണ്ട കേട്ടോ. എൻ്റെ ഈ വിഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പേടിയൊന്നും തോന്നാൻ എന്തായാലും ചാൻസ് ഇല്ല. ഞാൻ ഒരു റീൽ ഷൂട്ടിലാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സുപ്രധാനമായ കുറച്ച് കാഴ്ചകളാട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എൻ്റെ ഈ രാജാപ്പാട്ട് വേഷം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഒരു വീഡിയോ, അതായത് ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിഹൈൻഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് അതിൻ്റെ ബിഹൈൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആണ്. കുറച്ച് ബിഹൈൻഡ് ഷൂട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറയാം. ഇത് വന്നിട്ട് എൻ്റെ ഒരു കാശുമാലയല്ലേ? അതെ, പാലക്കാമാല കേട്ടോ. പാലക്കാമാലയാണ്. എൻ്റെ ഒരു ഡാൻസിൻ്റെ, തിരുവാതിര ഡാൻസിൻ്റെയാണ്. ബ്ലൗസ് ഞാൻ ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങളിത് ഏകദേശം ഒരു രൂപം കാണുമ്പോൾ തന്നെ ഏതിൻ്റെ റീലാണ് എന്ന്, ഏത് സോങ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഞാനത് അപ്ലോഡ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇതേപോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴും ഞാനൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു സാരിയാണ്. ഞാൻ എൻ്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സാരിയാണ്, അതാണ്. പിന്നെ കയ്യിലൊരു വളയുണ്ട്. ആ സാരി തന്നെയാണ് മൊത്തത്തിലൊരു ചുറ്റിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലൊരു ബാക്ക് ഡ്രോപ്പാണ്. പിന്നെ ജുമുക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് ധാരാളം. എൻ്റെ ഒരു ഇതിന് പിന്നെ മുടി ഒന്ന് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുടി എക്സ്റ്റൻഷനാണ് വെച്ചേക്കുന്നത്. ഈ ഒരു ലുക്കിന് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. കണ്ടോ, പക്ഷെ എൻ്റെ ഇത് കളർ ഹെയറും ഇത് കളറില്ലാത്ത ഹെയറുമാണ്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ? എന്നാലും കൊള്ളാം. മൊത്തത്തിലൊരു ഔട്ട്ലുക്ക്. എനിക്ക് ഇങ്ങനത്തെ രാജാപ്പാട്ട് വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിങ്ങനെ ഒരു കാണാൻ വേണ്ടിയിട്ടും ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് വരുമ്പോൾ. പിന്നെ ഒരു വലിയൊരു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ ഷൂട്ടും കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു ചിത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനൊരു ബാക്കിലൊരു ട്രൈപോഡ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ ഒരു വെറൈറ്റി ഇതേപോലത്തെ ഒരു വലിയൊരു സ്റ്റാൻഡ് ഞാൻ കണ്ടു. അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അത് ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പറയും കേട്ടോ. അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് കേട്ടോ. ഇത് എൻ്റെ 2 സെൽഫി ട്രൈപോഡ് സ്റ്റാൻഡാണ്. രണ്ടും പൊട്ടിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്, കാണിച്ചു തരാം. ഇത് തന്നെ കേട്ടോ. അതും ഇതുപോലത്തെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഏതെങ്കിലും ട്രൈപോഡ് സ്റ്റാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതേ ഒരേ ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മേളിൽ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പൈപ്പാട്ടോ വെച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് തുണി ഇങ്ങനെ മൊത്തത്തിൽ ഇട്ടേക്കുന്നു. അപ്പോൾ നമുക്കൊരു ബാക്ക് ഡ്രോപ്പ് പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പഴയ ട്രൈപോഡ് സ്റ്റാൻഡോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മേലൊരു സ്റ്റിക്കും കൂടെ വെച്ച് ട്രൈപോഡ് സ്റ്റാൻഡ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും മേലിലോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ, സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മാത്രം ഐഡിയ കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇത് വെറും വേസ്റ്റായി കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തോന്നിയ ഒരു ഐഡിയ ആണ്. പക്ഷെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം നമുക്കിത് മറ്റേതാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെച്ച് കെട്ടുക അങ്ങനെ എന്താണ് ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, നമുക്കിതിപ്പോൾ കൊണ്ടു നടക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. ഞാൻ അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ടിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡും കാര്യങ്ങളും എൻ്റെ അസിസ്റ്റൻറ്റിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അസിസ്റ്റൻറ്റ് കമോൺ, പിടിക്കൂ, ലൈറ്റ് പിടിക്കൂ, ലൈറ്റ് പിടി, എവിടെ ലൈറ്റ് എവിടെ? അപ്പം നമുക്ക് ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ബാക്കിലൊരു ലൈറ്റിൻ്റെ തലവെട്ടത്തിൽ എനിക്കൊരു തലയിൽ ഉച്ചിയിൽ വെട്ടം മുറിച്ച കണക്ക് അതെ ഇതാട്ടോ. ഇതാണ് എൻ്റെ തലയിലൊക്കെ വെട്ടം മുറിച്ച അങ്ങനത്തെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതും എൻ്റെ ഐഡിയ ആണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് കാണിച്ചു തരാം.
അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് വരുമ്പോൾ ഇതാട്ടോ, കണ്ട് ആരും വിജംറിച്ച് പോകരുത്, വല്ലാത്തൊരു വൃത്തിയായിട്ട ലുക്കായി താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കേട്ടോ. മൊത്തത്തിൽ ടോപ്പ് പോർഷൻ വരുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് വരുമ്പോൾ. ഓരോ റീലും കാണുമ്പോൾ വെറും 5-10 സെക്കൻഡോ മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഓരോ കഠിനാധ്വാനങ്ങൾ നിങ്ങൾ കാണണം, നിങ്ങൾ അറിയണം. അപ്പം ഓരോ വ്യൂസും നിങ്ങൾക്കത് വിലപ്പെട്ടതാണ്, നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അപ്പം ഞാൻ ബിഹൈൻഡ് ദ ഷൂട്ടും ബിഹൈൻഡ് ദ വീഡിയോയും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സാരിയാണ്. അപ്പം നമുക്ക് ഷൂട്ട് അങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ കലാപരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാൻ പോവാണ്. സെറ്റപ്പ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റിലത്തേക്ക് തന്നെ നമ്മുടെ ഇൻസ്റ്റയിലത്തേക്കുള്ള റീലിൻ്റെതാട്ടോ. ഒരുപാട് പൊസിഷൻ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ എനിക്ക് തൃപ്തിയാകത്തുള്ളൂ കേട്ടോ. ഒരുപാട് ഞാൻ ഷോർട്സ് ഇങ്ങനെ എടുത്ത് അതിൽ നിന്നും പിക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കുറച്ച് സെക്കൻഡ് മാത്രമുള്ളതിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഒരു റീൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫോൺ മെമ്മറി ഏകദേശം തന്നെ ഫില്ലായിട്ടുണ്ടാകും കിടക്കണം. അത്രത്തോളം ഷോർട്സും പിക്സും ഒക്കെ ഞാൻ എടുക്കും. അപ്പോൾ അതൊന്ന് ഒരുപാട് കട്ട് ചെയ്ത് ഇങ്ങനെ പോകും കേട്ടോ. എനിക്ക് എത്രത്തോളം തൃപ്തിയാകുന്നോ, എനിക്ക് എത്രത്തോളം ഒക്കെ ആകുന്നോ അതുവരെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടിരിക്കും. മെമ്മറി ഫുള്ളായാലും കുറേ ആപ്ലിക്കേഷൻ വീഡിയോ ഉണ്ടാകും, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടാട്ടോ ഓരോ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അത് പക്ഷേ എനിക്ക് ഇൻസ്റ്റയിലിടുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് യൂട്യൂബിൽ ഞാൻ വിചാരിച്ചത്ര ഒരുപാട് റെസ്പോൺസൊക്കെ വിചാരിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. എനിക്കറിയത്തില്ല എന്താണെന്ന്. ഞാൻ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതി ഒരു ഷൂട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ബാക്കിൽ നമ്മുടെ ഈ ഒരു ഹാരം ഇങ്ങനെ ഇട്ടില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് കേട്ടോ. അപ്പം ബാക്കി പോർഷൻ വന്നിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്ത് നോക്കി. പക്ഷേ വലിയ കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സന്ധ്യ ആയി കേട്ടോ. നേരമൊക്കെ ഇരുട്ടിയിട്ട് ലൈറ്റ് ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് അങ്ങനെ പോയി നമ്മുടെ അല്ലാത്ത ലൈറ്റ് ഇട്ടപ്പോൾ ആ മുന്നേ കിട്ടിയ ഒരു ലുക്ക് നിന്ന് മൊത്തത്തിലൊരു അപ്പിയറൻസ് അങ്ങ് മാറിയതുപോലെ തോന്നി കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ കേട്ടോ. പുറത്ത് നല്ല മഴയും നല്ല ഇടിയാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വോയിസ് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏകദേശം ഞാൻ ഷൂട്ട് കുറേ എടുത്തു. വീണ്ടും ആ ഹാരമില്ലേ അതിങ്ങനെ ഊരി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു വഴി സാരി ഒരു വഴി പോവും. ഞാൻ ഉടുത്തേക്കുന്ന ആ ഒരു തുണി മേളിൽ ഉടുത്തേക്കുന്ന അതൊരു വഴി അങ്ങ് പോവും. അതൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ആ മുടി വേക്കിൽ വെച്ചേക്കുന്നത് അതും ഊരി പോവും. ഒരുപാട് പണികളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ എനിക്കിഷ്ടം എൻ്റെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത് ഇരുന്നിട്ടുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെയറിൽ ഞാൻ ഒരു റെഡ് തുണിയൊക്കെ വിരിച്ചിട്ട് അപ്പോൾ അതിലിരുന്നിട്ടാട്ടോ കുറേ ഷോർട്സ് ഇങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഷോർട്സ് ഇങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടേ ഇരിക്കും. റീൽ എടുക്കാൻ വേണ്ടി വന്ന് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് ഉള്ളിൽ നിന്നും ഓരോന്നൊക്കെ ഉണർന്ന് വരുന്നത് കേട്ടോ. അപ്പം അതെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇതിങ്ങനെ എടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ ആറ്റിറ്റ്യൂഡ് ഇടാൻ വേണ്ടി പണ്ടേ ഞാൻ മിടിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തപ്പോൾ അവനൊരാഗ്രഹം, അവനും വന്നിരിക്കണമെന്ന് മോനെയും വെച്ചിട്ട് കുറച്ചെടുത്തു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റും എൻ്റെ ഹെൽപ്പറും എല്ലാം ഇവർ തന്നെയാണ് കേട്ടോ. അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടായാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് എന്നെ പോകുന്നത്. മോളാണ് പുറകിൽ നിന്ന് അത്രയും നേരം എൻ്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. എൻ്റെ ആ ഒരു തലയുടെ മേളിൽ ഇങ്ങനെ വെച്ചിരുന്ന കുഞ്ഞു മോനാണെങ്കിൽ കൂടിയും ഹസ്ബൻഡാണെങ്കിൽ കൂടിയും അവർ മൊത്തത്തിലുള്ളൊരു അവരൊരു സപ്പോർട്ടാണ് കേട്ടോ എന്നെ മുന്നോട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റിലത്തെ പോർഷൻ ഷൂട്ട് ചെയ്തു കേട്ടോ. അല്ല, സെക്കൻഡ് പോർഷൻ ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കിനി ഞാൻ നോർമലി എനിക്ക് സെക്കൻഡ് പോർഷൻ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് പോർഷൻ നോർമലി ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് പോർഷൻ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമയില്ല. എനിക്ക് സെക്കൻഡ് പോർഷൻ അത്രത്തോളം ഭംഗിയാക്കിയാൽ മാത്രമേ എനിക്ക് ഫസ്റ്റിലത്തെ പോർഷൻ, അതായത് ട്രാൻസിഷൻ അല്ലേ ചെയ്യുന്നത്, ആ ഒരു പോർഷൻ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പം നമുക്ക് ആദ്യം ഞാൻ സെക്കൻഡ് പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തിനി പോയി ഫസ്റ്റിലത്തെ പോർഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനൊരു കാഷ്വൽ കോസ്റ്റ്യൂമായിട്ട് ഇട്ടേക്കുന്ന ഒരു നോർമൽ കോസ്റ്റ്യൂമായിട്ട് അയക്കുന്നത്. അപ്പം അത് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ പോർഷൻ എടുക്കുകയാണ്. ഫസ്റ്റിലത്തെ പോർഷൻ ഇങ്ങനെ ട്രാൻസിഷൻ കൊടുക്കണമല്ലോ. ട്രാൻസിഷൻ കൊടുക്കുന്നതാണ്. ഒരു 100 തവണ ഇതിങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും അതിങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടുക. 100 തവണ ഈ ഒരു സാരി എടുത്തിട്ട് ഓരോരുത്തർ ഇപ്പോൾ ലാസ്റ്റ് ഒരു തൃപ്തി ആകുന്നത് വരെ നമ്മളിങ്ങനെ കൊടുക്കും. ഏകദേശം അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ആക്കി നല്ല റെസ്പോൺസ് കിട്ടി. ഭയങ്കര ഹാപ്പി. അപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ മോന് ചെറിയൊരു പനി കാര്യങ്ങൾ കേട്ടോ. അപ്പം ഫുഡൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഉറക്കി അങ്ങനെ
ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കിട്ടപ്പോഴത്തേക്ക് ഏകദേശം 9 മണി 9:30 കഴിയും കേട്ടോ. ഏകദേശം അത് ഞാൻ വൈകുന്നേരം തുടങ്ങുന്നത്. അപ്പം നല്ല സന്തോഷമായി, എല്ലാവരും നല്ല റെസ്പോൺസൊക്കെ പറഞ്ഞു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം കേട്ടോ. അതാണ് എൻ്റെ ഒരു ഹാപ്പി എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനത്തെ ഷൂട്ട് അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാം. ബൈ.